ഹലോ, ഞാനിന്ന് ജർമ്മനിയിലെ ഒരു ചെറിയ ക്രൂയിസ് ഷിപ്പിൻ്റെ യാത്രാനുഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കാണുന്ന ഷിപ്പിൻ്റെ പേരാണ് ക്രിസ്റ്റൽ ക്യൂണിഗൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി ചെല്ലുമ്പം ഈ കാണുന്നതാണ് ബാങ്കറ്റ് ഹോള്. ഈ ഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വരോസ്കി ക്രിസ്റ്റൽസ് കൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർസ് പോലും അവർ ആ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ കാണാം, ഇത് നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. ആ ക്രിസ്റ്റൽസ് ആണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ആയിരക്കണക്കിന് ക്രിസ്റ്റൽസ് കൊടുത്തിട്ടാണ് ഈ സ്റ്റെയർസ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മേളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ ഗ്ലാസ്സുകളാണ് രണ്ട് സൈഡിലും അവർ വെച്ചിരിക്കുന്നത്. ഈ വലിയ ഗ്ലാസ്സുകളായതുകൊണ്ട് നമുക്ക് ഇരുവശങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന ലൈറ്റ്സും ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഷിപ്പാണ് കേട്ടോ. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് എനിക്കുണ്ടായത്. പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇവർ സീറ്റിങ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും നന്നായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് അവിടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ്. ഈ കാണുന്ന ക്യൂ ഈ ഷിപ്പിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയുള്ള ആളുകളാണ് കേട്ടോ. പിന്നെ ഈ ഗ്ലാസ്സിലും അവർ ക്രിസ്റ്റൽസാണ് യൂസ് ചെയ്തേക്കുന്നത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ഷിപ്പ് മുഴുവനും ഒരു 1.2 മില്യൺ ക്രിസ്റ്റൽസാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി. ഇതിൻ്റെ അകത്തും പുറത്തും എല്ലായിടത്തും അവർ ക്രിസ്റ്റൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടിരിക്കുന്നൊരു ഷിപ്പാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഷിപ്പിൽ കയറുവാണെങ്കിൽ ക്രൂയിസ് ഷിപ്പിൻ്റെ ഒരു ചെറിയ അനുഭവം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതാ റേഗൻസ്ബർഗിൻ്റെ ഭംഗിയാണ് ഈ ജനലിലൂടെ കാണുന്നത്. ഇപ്പോഴും ആൾക്കാർ ഇതിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന ഷിപ്പാണ് ഇതിൻ്റെ ചെറിയ ഷിപ്പ്. ഇതിൻ്റെ പേര് ക്രിസ്റ്റൽ പ്രിൻസസിൻ എന്നാണ്. ഇതിൻ്റെ അകത്തും ക്രിസ്റ്റൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഷിപ്പിൻ്റെ അത്രത്തോളം അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല. ക്രിസ്റ്റൽ പ്രിൻസസിൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ പ്രിൻസസ് എന്നാണ്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്യൂണിഗൻ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്യൂൻ എന്നാണ്. ക്രിസ്റ്റൽ ക്യൂവിൻ്റെ ലിറ്റിൽ സിസ്റ്റർ ആയിട്ടാണ് ക്രിസ്റ്റൽ പ്രിൻസസിനെ കണക്കാക്കപ്പെടുന്നത്. ഞങ്ങളങ്ങനെ ഷിപ്പിൻ്റെ അകത്ത് ഐസ്ക്രീമൊക്കെ വാങ്ങി. അത് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി കഴിച്ച് കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് യാത്ര അങ്ങനെ മുന്നോട്ട് തുടർന്നു. ഇത് ഡാന്യൂബ് റിവറാണ് ജർമ്മനിയിലെ. ഈ റിവറിലൂടെയാണ് ഈ ഷിപ്പ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗുഡ്സിൻ്റെ ഒരു ഷിപ്പ് കാണാൻ പറ്റി. നമ്മുടെ ഈ മുന്നിൽ പോകുന്നത് ആൾക്കാരെയും കൊണ്ടുപോകുന്ന വേറൊരു ഷിപ്പാണ് കേട്ടോ. ഇത് അതുപോലൊരു ലക്ഷറി ഷിപ്പല്ല, സാധാരണ ഒരു ഷിപ്പാണ്. ഇതുപോലെ ഒരുപാട് ഷിപ്പുകൾ നമുക്ക് റേഗൻസ്ബർഗിൽ കാണാൻ കഴിയും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷിപ്പ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഈ ഷിപ്പ് പോകുന്നത് ആ ദൂരെ കാണുന്ന ആ വൈറ്റ് ബിൽഡിങ് വരെയാണ്. ആ ബിൽഡിങ്ങിൻ്റെ പേരാണ് വാൽഹല്ല മോണുമെൻറ്റ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണുമെൻറ്റാണ് വാൽഹല്ല മോണുമെൻറ്റ്. അപ്പം ഇവിടത്തേക്ക് പോകാൻ ഈ ഷിപ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 21 യൂറോയാണ് ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. നമുക്ക് 45 മിനിറ്റാണ് ഒരു സൈഡിലോട്ടുള്ള യാത്രയുടെ ദൂരം വരുന്നത്. നമ്മൾ ഇതിൻ്റെ അടുത്തുള്ളൊരു ഡോക്കിലാണ് ഈ ഷിപ്പിൽ കൊണ്ടിറക്കുന്നത്. അതിനുശേഷം അവരൊരു ടൈമിംഗ് പറയും. ആ സമയത്ത് നമ്മൾ തിരിച്ച് ഈ ഡോക്കിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഷിപ്പിൽ തന്നെ നമുക്ക് തിരിച്ച് റേഗൻസ്ബർഗിൽ പോയി വന്നിറങ്ങാൻ പറ്റും. അപ്പോൾ ടൈമിംഗ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. കാരണം ആ സമയത്ത് തന്നെ ഷിപ്പ് വരും. ആൾക്കാരെ എല്ലാം കയറ്റി തിരിച്ച് നമ്മളെ എവിടെ നിന്നാണോ നമ്മൾ കയറിയ ആ സ്ഥലത്ത് തന്നെ നമ്മളെ തിരിച്ച് കൊണ്ടിറക്കുന്നതായിരിക്കും. ഈ വാൽഹല്ല മോണുമെൻ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഒരുപാട് പൊക്കത്തിലാണ് ഈ മോണുമെൻ്റ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ജർമ്മനിയിലെ വളരെ പ്രധാനപ്പെട്ട 19th സെഞ്ച്വറിയിലെ ഒരു നാഷണൽ മോണുമെൻ്റാണ് വാൽഹല്ല എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ ഈ മോണുമെൻറ്റിൻ്റെ അടുത്തുള്ളൊരു ഡോക്കിൽ ഞങ്ങളുടെ ഷിപ്പ് കൊണ്ട് നിർത്തി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു ട്രഷർ ചേംബർ പോലെയാണ് ഇതിൻ്റെ താഴ്ഭാഗം അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. കടലിൻ്റെ ഉൾഭാഗത്തുള്ള കുറേ കാര്യങ്ങൾ അവർ ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു ക്രിസ്റ്റൽ ക്വീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ക്രിസ്റ്റൽസ് കൊണ്ട് തന്നെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ക്വീൻ്റെ ഒരു ഗാർഡൻ്റെ ഒരു രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മിത്തിക്കൽ സീ ക്രീച്ചേഴ്സിനെയൊക്കെ വെച്ചിട്ടുണ്ട്. മെർമെയ്ഡ്സ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ക്രിസ്റ്റൽസാണ്. നല്ല തിളക്കം ഉണ്ടായിരുന്നു. ഞാനത് നോക്കുമ്പോഴത്തെ വീഡിയോയിലും തിളക്കങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അത് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ജർമ്മനിയിലുള്ളവരും ജർമ്മനിയിലോട്ട് വരാനിരിക്കുന്നവരും ഈ ഷിപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് തരുന്നത്. കാരണം നമ്മൾ വലിയ വലിയ ക്രൂയിസ് ഷിപ്പിലൊന്നും കയറാൻ പലർക്കും സാധ്യമല്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ക്രൂയിസ് ഷിപ്പിൻ്റെ ഒരു സെയിം ഫീലിങ്സ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. അത് ഞാൻ ഉറപ്പ് പറയുന്നു. ഇതാണ് വാൽഹല്ല മോണുമെൻ്റ് എന്ന് പറയുന്നത്. ഇത് മാർബിൾ കൊണ്ടാണ് ഇത് ഫുള്ള് അവർ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. 1830 മുതൽ 1842 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുന്നത്. ഈ കാണുന്ന ഈ വഴിയിലൂടെ നടന്നിട്ട് വേണം നമുക്ക് ആ പൊക്കത്തിലുള്ള വാൽഹല്ല മോണുമെൻ്റ് വരെ എത്തിപ്പെടാൻ. ഇതിൽ ഏകദേശം 420 മുതൽ 480 പടികളാണ് ഉള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജർമ്മൻ ഹിസ്റ്ററി, സയൻസ്, കൾച്ചർ, ആർട്ട് മേഖലകളിൽ മുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്ന ഹോൾ ഓഫ് ഫെയിം എന്നും ഇതിനെ പറയാറുണ്ട്. ഇതിൻ്റെ അകത്ത് വളരെ പ്രമുഖരായ ആൽബർട്ട് ഐൻസ്റ്റീൻ, ബീഥോവൻ, ജോഹാനസ് ഗുട്ടൻബർഗ്, യോഹാനസ് കെപ്ലർ എന്നീ ആൾക്കാരുടെ പ്രതിമകളും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പ്രതിമകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വൈറ്റ് മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോണുമെൻറ്റും മാർബിൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ പടികളാണ് കയറി നമുക്ക് മുകളിലോട്ട് എത്തേണ്ടത്. ഇനിയും ഇതുപോലെ ഒരുപാട് പടികൾ കയറാനുണ്ട്. ഉച്ചയായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മുകളിൽ എത്തിപ്പെടാൻ കുറച്ചും കൂടെ താമസം എടുക്കും. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എത്തും ഇതിൻ്റെ മുകളിൽ എത്തപ്പെടാൻ. വാൽഹല്ല മോണുമെൻ്റ് കയറി കാണാൻ വേണ്ടി 5 യൂറോ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് പ്രൈസായിട്ട് വരുന്നത്. അതൊരു വർത്തായിട്ട് തന്നെ എനിക്ക് തോന്നി. അത്രയും അഫോർഡബിളായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കും കമൻ്റായിട്ടും അയച്ചു തന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.